ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അതായത് എൻ്റെ മോൻ്റെ സെക്കൻഡ് ബർത്ത്ഡേയും മോളുടെ കാതുകുത്തലും രണ്ടും കൂടെ ഒരു ചെറിയ ഫങ്ഷൻ ആക്കിയിട്ട് ആരുമില്ല, എൻ്റെ വീട്ടുകാരും ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും മാത്രം, പിന്നെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റേഴ്സും അവരുടെ മക്കളും, അങ്ങനെ അല്ലാതെ വലിയ പരിപാടിയായിട്ടില്ല, നമ്മൾ വീട്ടുകാർ മാത്രമുള്ള ഒരു ചെറിയ പരിപാടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിരൂരിലോട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് മോൾക്ക് നമ്മൾ മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാനാണ് മോൾക്ക് വിചാരിക്കുന്നത്. മോൾക്ക് റെഡിമെയ്ഡ് തന്നെ കിട്ടുമല്ലോ, അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. ഇതൊക്കെ ശരിക്കും ഒരു മെമ്മറീസാണ്. പലരും ഇതിനെ എതിർക്കുന്നവരുണ്ടാകും, എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ എന്തിനാ അങ്ങനെയൊക്കെ തോന്നുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളെ മക്കളെ ആ ഒരു മൊമെൻറ്റ് അതൊക്കെ ശരിക്കും ഒരു മെമ്മറി അല്ലേ. അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ ചെറുപ്പത്തിലൊന്നും അങ്ങനെ പറ്റിയിട്ടില്ല. എന്താ പറയുക, സാധാരണ ഈ കാതുകുത്തൽ കല്യാണമൊക്കെ ശരിക്കും വലിയ ഗ്രാൻഡായിട്ട് നടത്തുന്നവരൊക്കെ ഉണ്ട്. നമുക്ക് അത്രയൊന്നുമില്ല, ചെറിയൊരു മെമ്മറിക്ക് വേണ്ടി മാത്രം കേട്ടോ. അങ്ങനെ നമ്മളിവിടെ ഫാമിലിയിൽ വന്നിട്ടുണ്ട്. ഈ അല്ലൂര എല്ലാവരും പ്രൊമോഷൻസിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, നല്ല കളക്ഷൻസിലുണ്ട് അവിടെ, റെൻ്റൽ ജ്വല്ലറി ആയാലും ഡ്രസ്സായാലൊക്കെ. അപ്പോൾ നമ്മൾ നേരെ ഫാമിലിയിലോട്ട് വന്നിട്ടുണ്ട്. ഫാമിലി സോറി കേട്ടോ, ഫാമിലി പുതുക്കിയിട്ടുണ്ടല്ലോ, പുതിയ ഷോറൂമൊക്കെ ആക്കിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ഈദ് വ്ളോഗൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാത്തന്നെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. പിന്നെ എന്താ പറയുക, പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതാ ഈ ഒരു ഫ്ലോറിലാണ് നമ്മുടെ മെറ്റീരിയൽസ് ഉള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓറഞ്ച് ഉണ്ട്, ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്. എന്താ പറയുക, റെഡും ഗ്രീനും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടു, ഹസ്ബൻഡിനും എനിക്കും ഇഷ്ടപ്പെട്ടു. നമ്മൾ അവരോടൊക്കെ ഇങ്ങനെ ചോദിച്ചറിഞ്ഞു എങ്ങനെയാണ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ 2 ടൈപ്പിൽ തന്നെ ഗ്രീന് വരുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞപ്പോൾ കുറച്ച് മുമ്പ് 2 ടീംസ് എടുത്ത് പോയിട്ടുള്ളൂ. അത് വലിയ കുട്ടിക്കത്ര. എനിക്ക് സത്യം പറഞ്ഞാൽ രണ്ടും ഇഷ്ടമായി. ഒന്ന് കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു ചെറിയ ഗ്രീനിൽ വരുന്ന ചെറിയ പാറ്റേണാണ്. അപ്പോൾ രണ്ടും കൂടെ വെച്ച് നോക്കിയപ്പോൾ റെഡാണ് അവൾക്ക് ഒന്നുകൂടെ ഭംഗിയായിട്ട് തോന്നിയത്. അപ്പോൾ നമ്മൾ റെഡാണ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്ത് നോക്കിയപ്പോൾ ഫോട്ടോയിലും ഭംഗി ആൾക്ക് റെഡാണ്. അപ്പോൾ നമ്മൾ സ്കേർട്ടും ജാക്കറ്റും റെഡ് അങ്ങനെ എടുത്തു. പിന്നെ നമ്മൾ തലയിൽ തന്നെ ഷാളില്ലേ, അത് നമ്മൾ സെയിം ആ റെഡ് ആക്കിയില്ല, ചെറിയൊരു നെറ്റിൻ്റെ ഷാള് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഒന്നും കൂടി ഒരു വൃത്തിയായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ. മൊത്തത്തിൽ റെഡ് ആകുമ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞങ്ങൾക്ക് പേഴ്സണലി ഇങ്ങനെയാണ് ചൂസ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടോ. പിന്നെന്താ, അതൊക്കെ ബില്ലടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിലേക്കുള്ള ആ ഷാളിൻ്റെ സൈഡ് പോർഷൻസിലൊക്കെ വെക്കാൻ വേണ്ടി ലേസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ തന്നെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്ത് നമ്മൾ ഇതാ ഈ ഒരു കുറച്ച് വീതിയിലെ ടൈപ്പാണ് നമ്മളെടുത്തത്. പറ്റ ചെറുതാക്കാതെ ഈ ഒരു ടൈപ്പിൽ കുറച്ചൊരു വീതിയിലെ ടൈപ്പിൽ അത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് കോഫിയൊക്കെ കുടിച്ച് ജസ്റ്റ് നമ്മൾ മോനക്കുള്ള എടുക്കാണ്ടല്ലോ, അപ്പോൾ ജസ്റ്റ് ഞാനിങ്ങനെ അബായയുടെ ആ ഒരു സെക്ഷനിലോട്ടൊന്ന് പോയിക്കിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മാക്ക് മറ്റേ ഹസ്ബൻഡ് ഉമ്മാക്ക് ഇന്നർ ക്യാപ്പില്ല, അത് വാങ്ങാൻ പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ മോൻക്കൊരു സിൽവറിൻ്റെ ചെയിൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഫാൻസി ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ അത് ഞാനും മോളും കൂടെ അതൊന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. മോൾക്കുള്ള അതിലേക്കുള്ള ഓർണമെൻറ്റ്സും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കാശിമാലയില്ലേ അങ്ങനത്തതാണ്, അല്ലാതെ മറ്റേ ടൈപ്പ് നമ്മൾ ബ്രൈഡ്സിൻ്റെ ആയിട്ടുള്ള ടൈപ്പിലൊന്നും എടുക്കുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ ചെയിനൊക്കെ ഇട്ടെടുത്താലും വിചാരിച്ചു, പക്ഷേ അത് വേണ്ട തോന്നി. അപ്പോൾ ഞാനിതാ കാശിമാലയും പിന്നെ നമ്മുടെ ഇളക്കത്താലി, അങ്ങനെ പറയാം, ഇളക്കത്താലി കുടുക്കി കിട്ടി അങ്ങനെയൊക്കെ ഞങ്ങൾ പറയട്ടെ. ഇതാ ഈ ഒരു സംഭവം. സത്യം പറഞ്ഞാൽ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് നഷ്ടമായിട്ട് എനിക്ക് തോന്നില്ല. കാരണം എന്തെങ്കിലും സ്കൂളിലൊക്കെ ഇനി ചേർത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ആൾക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പം പിന്നെ അത് വാങ്ങിച്ചു, മാല വാങ്ങിച്ചു. പിന്നെ ഇതാ 2 കൈമക്കുള്ള വള വാങ്ങിച്ചു. അപ്പോൾ അത് ഇട്ട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾ ഇട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് കറക്റ്റായിരുന്നു, ആദ്യം ഇട്ട് നോക്കി. അപ്പോൾ ഞാൻ മോളും കൂടെ പോയിട്ട് ഫാൻസൊക്കെ വാങ്ങിച്ചിട്ടാണ് അവൾക്കുള്ള. പിന്നെ
ഹസ്ബൻഡ് മോനായിട്ട് പോയിട്ടുണ്ട് ഒരു സിൽവറിൻ്റെ ചെയിൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ മോൾക്ക് ഇവിടുന്ന് സിൽവറിൻ്റെ പാർസലും മോനക്കൊരു കഴിച്ചതിനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ ഇവിടെ നിന്ന് തന്നെ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ കാറിൽ തന്നെ ഇരുന്നു. അപ്പോൾ അവർ പോയി വാങ്ങിയിട്ട് വരട്ടെ, ഞങ്ങൾക്കവിടെ കാറിലിരിക്കാം. എന്താ ചൂടില്ല, നല്ല ചൂടാണ് നാട്ടിൽ, ഭയങ്കര ചൂടാണ്. എപ്പോഴും നല്ല ഹൈഡ്രേറ്റായിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എപ്പോഴും വെള്ളം കുടിക്കുക. വെള്ളം നമ്മുടെ കൈയിൻ്റെ അടുത്ത് തന്നെ കിട്ടുന്നിടത്ത് തന്നെ എപ്പോഴും ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളം ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. പിന്നെ പുതുതായിട്ട് നമ്മൾ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് വേണം, നിങ്ങൾ കൈവിടരുത് കേട്ടോ. നിങ്ങളൊരു സപ്പോർട്ടാണ് നമ്മളെപ്പോലത്തെ ചെറിയ യൂട്യൂബേഴ്സിൻ്റെ ഒരു ധൈര്യം എന്ന് പറയുന്നത്. അൽഹംദുലില്ലാഹ് ഒരുപാട് എന്താ പറയുക സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മളെ ഷോർട്സ് വീഡിയോസൊക്കെ കണ്ടിട്ട് അങ്ങനെ കയറി വരുന്നുണ്ട്. ഏകദേശം 4000-ന് മേലെ സബ്സ്ക്രൈബേഴ്സായി. അൽഹംദുലില്ലാഹ്, എന്തോ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഞാനിപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു മോട്ടിവേറ്റഡ് ആയിട്ടുള്ളൊരു ഷോർട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില വീഡിയോസൊക്കെ ഒരുപാട് നല്ല രീതിയിൽ റെസ്പോൺസ് കിട്ടുന്നുണ്ട്. ഭയങ്കര സന്തോഷം. അപ്പോൾ അതുവഴി തന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. എല്ലാവരും നമ്മൾ കഷ്ടപ്പെട്ടാൽ തന്നെയാണ് നമുക്ക് എന്തെങ്കിലും ഒരു കാലത്ത് നമ്മൾ എവിടെയെങ്കിലും എത്തും, അത് ഉറപ്പാണ്. പക്ഷേ നമ്മൾ അതിനു വേണ്ടി കഷ്ടപ്പെടാൻ റെഡി ആവണം. അല്ലാതെ ആരും നമുക്ക് കൊണ്ടുത്തരില്ല. നമ്മൾ കഷ്ടപ്പെട്ടാൽ തന്നെ നമുക്കതിനുള്ള ഒരു പ്രതിഫലം അല്ലെങ്കിൽ ആ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുള്ളല്ലോ. അപ്പോൾ ഞാൻ കുറേ കാലമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരിക്കൽ മോണിറ്റൈസേഷൻ ആയതാണ്. പിന്നെ വീണ്ടും കട്ടായി, വീഡിയോസ് ഇടാത്തതുകൊണ്ട്. പിന്നെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ വെച്ച് വീഡിയോസ് നിർത്തും, അപ്പോൾ വീണ്ടും മോണിറ്റൈസേഷൻ കട്ടാവും. അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ പിന്നെയും പൊരുത്തുന്നുണ്ട്. ഞാൻ ഇൻഷാ അല്ലാഹ് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ എവിടെയെങ്കിലും എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എപ്പോഴും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ചില സമയത്ത് തോന്നും ഒന്നും കിട്ടിയില്ലെങ്കിലും ചെറിയൊരു ഹാപ്പിനെസ് എനിക്ക് ഈ ഒരു യൂട്യൂബ് ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിലൂടെ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പം ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പം അങ്ങനെ ചെയ്യുന്നത്. പിന്നെ കിട്ടിയാൽ അൽഹംദുലില്ലാഹ് അങ്ങനെ ഒരു രീതിയിലാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ. അപ്പോൾ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് നിങ്ങളുടെ കമൻസിലൂടെ അറിയിക്കണം. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് കാണാൻ ഇഷ്ടം, എങ്ങനത്തെ റെസിപ്പീസാണ് അറിയാൻ ഇഷ്ടം, അതൊക്കെ കമൻസിലൂടെ അറിയിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അതുപോലെ ഉണ്ടാക്കാനും അതുപോലെ വ്ളോഗ് എടുക്കാനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. നമുക്ക് എപ്പോഴും നമ്മുടെ ചാനൽ ബെസ്റ്റ് ആക്കണം, അല്ലെങ്കിൽ ചാനൽ നല്ല അടിപൊളിയാക്കണം എന്നായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുക. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചാനലും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് കേട്ടോ. അങ്ങനെതാ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അങ്ങനെ പിന്നെ ബർത്ത്ഡേക്കുള്ള സംഭവങ്ങളും മോൾക്കുള്ളതും എല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചെറിയ നാത്തൂൻ്റെ മക്കളും ചെറിയ നാത്തൂനൊക്കെ തലേന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ നേരത്തെ നീച്ചിട്ട് ഡെക്കറേഷൻ പരിപാടിക്ക് നിൽക്കുകയാണ്. എൻ്റെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ നമ്മൾ ഡെക്കറേഷൻ ഇവൻറ്റ്സിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വന്ന് ചെയ്തു തരാണ്. അതുകൊണ്ട് നമ്മൾ ഒന്നും അറിയേണ്ടിണ്ടായിരുന്നില്ല. പിന്നെ അന്ന് ഞാൻ മോനെ പ്രഗ്നൻ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചത്, അങ്ങനെ ഏൽപ്പിച്ചത് കേട്ടോ. പിന്നീട് ഇത് നമുക്ക് തന്നെ ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വന്നതാണ്. കാരണം അതൊക്കെ ഒരു രസമല്ലേ. അങ്ങനെ പിന്നെ നമ്മൾ മോൾക്കുള്ള സെറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഇതിലൊക്കെ ഞാനിങ്ങനെ സെറ്റ് ചെയ്തതാണ് കേട്ടോ. ഒരു ഹാമ്പറിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മോനൊക്കെ കുളിച്ച് മാറ്റി ബർത്ത്ഡേ ബോയ് ആയിട്ട് നിൽക്കുന്നുണ്ടോ മാഷാ അല്ലാഹ്. പിന്നെ ഞാൻ ഉപ്പാനെയും ഉമ്മാനെയും എല്ലാവരെയും ഒന്ന് ജസ്റ്റ് വിളിച്ച് മോളൊന്ന് ഒരുക്കി കൊടുക്കണ കാണാനോ അതൊക്കെ ഒരു രസമല്ലേ. ഇതെൻ്റെ ബ്രദറാണ്. അങ്ങനെ അവനും അവൻ്റെ വൈഫും എൻ്റെ ചെറിയ നാത്തൂനും എല്ലാവരും ഇങ്ങനെ ജസ്റ്റ് ഒന്നെങ്കിൽ വളയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ മാല ഇട്ട് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒരു മെമ്മറി ആ പിക്കൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മെമ്മറിയാണ് കേട്ടോ. അങ്ങനെ എനിക്കെന്തോ മോളെ ഇങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമാണോ സന്തോഷമാണോ അറിയില്ല. ഈ ഒരു ഡ്രസ്സിങ്ങിൽ നമ്മൾ കാണുമ്പോഴേ എന്തോ ഭയങ്കര ഒരു ഇത്. പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ബിരിയാണിയും മന്തിയും ഉണ്ടായിരുന്നു. പിന്നെ നല്ല പുഡിങ് ഉണ്ടായിരുന്നു, ഇളനീർ പുഡിങ്ങാണ്. ഫുഡൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഏൽപ്പിച്ചതാണ് കേട്ടോ. നമ്മളൊന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല, എല്ലാം പുറത്തുനിന്ന് ഏൽപ്പിച്ചതായിരുന്നു.
അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാരും എൻ്റെ കാക്കയ വൈഫ് മൂത്ത കാക്ക മക്കൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയൽവാസിയിലെ കുട്ടികളൊക്കെ ഉണ്ട്, അവരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവരൊക്കെ വന്നു. അങ്ങനെ പിന്നെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ കേക്ക് ബൈ ഫിറോസ തിരൂരുള്ള അവരാണ് കേക്ക് നമുക്ക് ചെയ്ത് തന്നിട്ടുള്ളത്. ഒരെണ്ണം മോളുടെ ലഹസ ഇയർ പീസിങ്ങിൻ്റെ കേക്കും ഒന്ന് മോൻ്റെ ബർത്ത്ഡേ കേക്കും, അങ്ങനെ 2 കേക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കേക്ക് ചെറിയ കേക്കില്ലേ ചോക്ലേറ്റ്, ഇത് ട്രഫിൾ കേക്കാണ് തോന്നുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് എൻ്റെ നാത്തൂൻ്റെ താത്താടെ മോള്, ഇവളെ കല്യാണത്തിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണേ. അവളെ ഗിഫ്റ്റാണ് കേട്ടോ ആ കേക്ക്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ കേക്ക്. അപ്പോൾ ഇതാണ് നമ്മൾ ഓവറോൾ ഡെക്കറേഷൻ വരുന്നത്, ഒരു സിമ്പിൾ ഡെക്കറേഷനാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇതൊക്കെ ശരിക്കും ഒരു മെമ്മറിക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.